കുടുംബങ്ങൾക്കും വേഗമരുന്നനായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വളരെ കാലമായി കാത്തിരുന്ന പിയാസിയുടെ ആദ്യത്തെ ഔട്ട്റീച്ച് ക്യാമ്പിന് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. അത് വനിതാ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ഞങ്ങളിവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് ഒരു സംഗീത സംഭാഷണ അഭിമുഖമാണ്. അതിലേക്കായി നമ്മൾ സ്വീകരിച്ചിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ലോകപ്രസിദ്ധയായ സുവിശേഷകയും നമുക്ക് പ്രിയകരിയായ ഒരു ഗായികയും പ്രശസ്തയായ ഒരു എഴുത്തുകാരിയുമാണ്. അവരെ നമുക്ക് ഈ സമയത്ത് ആ സഹോദരിയെ നമ്മൾ കരങ്ങളടിച്ച് സ്റ്റേജിലേക്ക് ആദ്യമായി നമുക്ക് സഹോദരിയെ പരിചയപ്പെടാം. സഹോദരിയുടെ പേര് പറയാമോ? സഹോദരി പല ദേശങ്ങളിലായി സഞ്ചരിച്ച് തീക്ഷ്ണമായി സുവിശേഷകരെ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുവാനിടയായി. ഈ പല ദേശങ്ങളിലും താമസിച്ചതിന്റെ മനോഹാരിതയെ പറ്റി പലയിടത്തും എഴുതി കേൾക്കാനിടയായി. ആ ദേശത്തിന്റെ മനോഹാരിതയെ പറ്റി ഒന്ന് പറയാമോ? എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ഓ, അപ്പോൾ സഹോദരി സ്വർഗീയ സിയോനെ പറ്റിയാണ് സംസാരിക്കുന്നത് അല്ലേ? ഇനി ലോകം ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ലോകം ആഗോളമായിട്ട് സാമ്പത്തിക മാന്ദ്യത്തിലായിരുന്നപ്പോഴാണല്ലോ സഹോദരിയുടെ റിച്ച്നെസ് ഇൻ റിസഷൻ എന്ന ബുക്ക് എഴുതപ്പെട്ടത്. ആ സമയത്തും താങ്കളുടെ സാമ്പത്തികം ഭദ്രമായിരുന്നു എന്ന് കേട്ടു. ഏത് ബാങ്കിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്? എന്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെ ഇല്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. താങ്കൾ വളരെയേറെ കഷ്ടങ്ങൾ സഹിച്ചാണ് സുവിശേഷത്തിൽ മുന്നേറിയതെന്ന് കേൾക്കാനിടയിൽ. ആ കഷ്ടങ്ങളെല്ലാം പറ്റി എന്താണ് താങ്കൾക്ക് തോന്നിയിരിക്കുന്നത്? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കരമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഇനി കുടുംബപരമായ ചില ചോദ്യങ്ങളിലേക്ക് കിടക്കാം. താങ്കളുടെ ഭർത്താവിനെ പറ്റി ചുരുക്കം ചില വാക്കുകൾ ഞങ്ങൾ എൻ പ്രിയനെ കുറിച്ച് കാണുന്നില്ല, സുമുഖനായ ഒരു ഭർത്താവിനെ മാത്രമാണ് താങ്കൾ ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എൻ പ്രിയൻ പാലക്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. കുടുംബജീവിതത്തിൽ ചിലതായി പോലും ഒരു വാക്ക് തർക്കങ്ങളും കുടുംബകലഹങ്ങളും ഉണ്ടായിട്ടില്ലെന്നാണോ സ്ഥാപിക്കുന്നത്? ഏതു നേരത്തും കുടുംബജീവിതത്തിലും സുവിശേഷത്തിലും വിശേഷമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തിയെന്ന് കേൾക്കുന്നു. അതെങ്ങനെ സാധിച്ചു? പോരുകൾ സാഹിച്ചും വൈരിയെ ജയിച്ചും പാരിതിൽ തിരുനാമം. സഹോദരിയുടെ ഡയറ്റ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ എന്ന ബുക്ക് വായിക്കാനിടയിൽ അത് വളരെയേറെ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു. ഇപ്പോഴും ആ ഡയറ്റിൽ തന്നെയാണ്. വാരങ്ങൾ കൂടുന്ന നേരം ഒന്നും വേണ്ട യാത്രയിൽ അല്പം വിശപ്പിന് സ്വൽപ്പനേരം ദാഹിക്കില്ല.
നല്ല പോരാട്ടം പോരാടിയോട്ടം ഓടിടാ വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കൂട്ടം യുവജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവർക്ക് ആശ്വാസമായി എന്തെങ്കിലും ഒരു വചനം? കുറുകി നിറഞ്ഞ് കാത്തിരിക്കും കുറുപ്രാവേ നിൻ വിളവരാൻ. ഭാവിയിലെ സുവിശേഷീകരണത്തിന്റെ പദ്ധതികളെ പറ്റി താങ്കൾ ചുരുക്കമായിട്ട് വിശദീകരിക്കാമോ? എന്റെ ഭാവിയെല്ലാം എന്റെ ദൈവമറിയുന്നു എന്ന പൂർണ്ണ സമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. താങ്കൾക്ക് ലോകത്തിൽ അധികം സുഹൃത്തുക്കളൊന്നും ഇല്ലെന്ന് കേട്ടു. എപ്പോഴെങ്കിലും അതിനെപ്പറ്റി വേദന തോന്നിയിട്ടുണ്ടോ? എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്ര ഇപ്പോഴവർ ദൈവമുമ്പിൽ സേവയാം. കൂട്ടു സഹോദരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? കഷ്ടവും മഹാശാസനയും നിന്നയും ഉള്ള ദിനവുമിതേ ഉള്ളം കലക്കും കള്ള സഹോദര വള്ളുര ചെയ്യുകിലെന്തു ഭയം. താങ്കളുടെ പല പുസ്തകങ്ങളിലും പെന്തക്കോസ്ത് പുതിയ തലമുറയെ പറ്റി പല പരാതികളും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പരാതി? നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറവ് കർത്തൻ കാണുന്നുണ്ട്. താങ്കൾ ആരെയാണ് വിശ്വാസ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിച്ചിരിക്കുന്നത്? വിശ്വാസത്തിൽ നാം